വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമാണ്. ഒരു കൊച്ചുമിടക്കുണ്ട്. എന്താ പേര്? ദേവ്. എവിടെയാ വീട്? പുത്തൂര് ചെമ്മകണ്ടം. ആണോ? എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? 4. ആഹാ. പിന്നെ പൂരം എല്ലാ വർഷവും കാണാൻ വരുമോ? ആദ്യമായിട്ടാണോ? ആദ്യമായിട്ട് കണ്ടപ്പോ എന്ത് തോന്നി? നീ പാട്ട് പാടൂലടാ? പാടൂല്ല. പോട്ടെ. ഇതാരാ? മുത്തശ്ശനാണോ? എന്താ എന്താ പേരെന്താ? ശശിധരൻ. എവിടെ തന്നെ? പുത്തൂർ അല്ലേ? അല്ല, കൊല്ലം. കൊല്ലം. പിന്നെ ഇത് ആദ്യമായിട്ടാണോ? അല്ല, ഒരു 8 വർഷമായിട്ട് ഇങ്ങനെ തുടർച്ചയായി വരുന്നു. ഇവിടെ വീടുണ്ട്, ഈയൊരു മകളുണ്ട്. അവിടെ വന്നിട്ട് കാണാം. അപ്പൊ എന്തായാലും നമുക്ക് തകർക്കണം. എന്തായാലും പൂരത്തിന്റെ ആവേശത്തിലാണ് ഓരോ മനുഷ്യരും. കൊല്ലത്ത് നിന്നും തലശ്ശേരിയിൽ നിന്നും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉള്ള ആളുകൾ പോലും ഈ പകൽപൂരം തൃശ്ശൂർക്കാരുടെ പൂരമാണ് എന്ന് പറയുമ്പോൾ പോലും ഈ പൂരം കാണാൻ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മനുഷ്യർ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആളുകൾ ഇങ്ങനെ നേരത്തെ ഉണ്ടായതിനേക്കാൾ വലിയൊരു ആൾക്കൂട്ടം ഇവിടെ. ആളുകൾ എത്രയും പെട്ടെന്ന് സ്ഥലം പിടിക്കാൻ നോക്കുന്നുണ്ട് ഈ ഒരു ചടങ്ങ് നേരിട്ട് അടുത്ത് കാണാൻ വേണ്ടിയിട്ട്. അതിന്റെ ഒരു തിക്കും തിരക്കാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും എത്രയും പെട്ടെന്ന് അവരവരുടെ പൊസിഷൻസ് ഒക്കെ കറക്റ്റ് ആക്കാൻ നോക്കുന്നുണ്ട്. ആ ഒരു കറക്റ്റായിട്ട് ആ ചടങ്ങ് നേരിൽ കാണാൻ വേണ്ടി 2 ഭഗവതിമാരും വന്ന് ഉപചാരം ചൊല്ലിപ്പിരിയുന്ന ആ ഒരു ചടങ്ങ് നേരിൽ സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാം അതിന്റെ തിരക്കിലാണ്. ആ ഒരു തിരക്ക് നമുക്കിവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 2 ദേശക്കാരും ഏകദേശം അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അവര് 2 ദേശക്കാരും അടുത്ത് വന്ന് ഉപചാരം ചൊല്ലിപ്പിരിയുന്നതോടുകൂടി ഇനി ഒരു കാത്തിരിപ്പാണ്. അടുത്തടുത്ത് വരും. അടുത്തടുത്ത് വന്നിട്ട് വടക്കുന്നതിന് മുമ്പിൽ വന്ന് തുമ്പിക്കൈ ഉയർത്തി അഭിവാദ്യം ചെയ്ത് അടുത്ത വർഷം കാണാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പോവാണോ? അടുത്ത വർഷം കാണാം. അതാണ്, അങ്ങനെ പറയും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇതാ പൂരത്തിന്റെ ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഇവിടെ ആളുകളുണ്ട്. അവരുടെ തന്നെ അഭിപ്രായങ്ങൾ. പൂരം എല്ലാ വർഷവും കാണാം. 2 കൊല്ലമായിട്ട്. എവിടെ വീട്? ആയിട്ടും 2 വർഷമായിട്ടുള്ളൂ അല്ലേ? പൂരം കണ്ടപ്പോ നമുക്കൊരു ഇതുണ്ടാവില്ല, ഒരു ഉള്ളിലൊരു അനുഭവം ഉണ്ടാവില്ല. എന്താ? ഒരു പ്രത്യേക സന്തോഷം. നിങ്ങളെയൊക്കെ വീട്ടിലിരുന്ന് കണ്ടപ്പോഴേ ഒരു സന്തോഷം. അപ്പൊ ഒന്ന് വന്ന് കാണാൻ പറ്റിയാണെങ്കിൽ കാണാൻ സന്തോഷല്ലേ. ആദ്യമായിട്ടാണോ വരുന്നത്? വന്നായിരുന്നു. ആരെയും കണ്ടില്ലേ നിങ്ങൾ? ഇത്തവണ കുടമാറ്റം കാണാൻ പറ്റുമോ? കുടമാറ്റം കാണാൻ പറ്റും. തിരക്കായിരുന്നു. അവിടെ പവലിയനൊക്കെ ഒരുക്കിയിരുന്നു സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്. എന്നാലും വന്നില്ല. ഒന്ന് നിങ്ങളെയൊക്കെ കണ്ട് ഭയങ്കര സന്തോഷമായി. തീർച്ചയായിട്ടും. അല്ല, നമുക്ക് നിങ്ങളൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷമല്ലേ? നമുക്ക് നിങ്ങളെ കാണുമ്പോഴും അതിനേക്കാളേറെ സന്തോഷമാണ്. കാരണം നമ്മുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് പ്രേക്ഷകരാണ്. ആ പ്രേക്ഷകരെന്ന് പറയുന്ന നിങ്ങൾ നമ്മളെ കാണാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതിനേക്കാൾ വലിയ സന്തോഷം വേറെയില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറയാനും വരാനും സന്തോഷിക്കാലോ. ഒരു കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ എല്ലാവരും സന്തോഷമല്ലേ? തീർച്ചയായിട്ടും പറയാം. നിങ്ങളൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ കരുത്ത്. കേരള വിഷൻ ന്യൂസിന്റെ ഏറ്റവും വലിയ കരുത്ത് പ്രേക്ഷകരാണ്. ആ പ്രേക്ഷകർ വന്ന് സന്തോഷം പങ്കുവെക്കുന്നത് കാണുമ്പോൾ നമുക്ക് അതിലേറെ സന്തോഷമാണ്. പൂരം കണ്ടു അല്ലേ? പിന്നെ അവിടെ കണ്ടു, ഇത്ര നേരം അവിടെ നിന്ന് കണ്ടു. വെടിക്കെട്ട് കണ്ടോ? വെടിക്കെട്ട് കണ്ടില്ല. ഇത് കണ്ടിട്ട് വേണം പോവാൻ. ഇന്നാണ് വരുന്നത്. പകൽപൂരാണ് കാണുന്നത്. എന്തായാലും ഒന്ന് കാണാലോ. എന്താ പേര്? എന്റെ പേര് ലീല. ചേട്ടത്തിയാണ്. ചടങ്ങ് പോലെ തന്നെ അതെ. ലീല വത്സല, ലീല ചേച്ചിയും വത്സല ചേച്ചിയുമാണ് നമ്മുടെ കേരള വിഷൻ ന്യൂസിന്റെ സ്ഥിരം പ്രേക്ഷകരാണ് അവർ. എന്തായാലും അവരെ കാണാൻ സാധിച്ചതിൽ നമുക്കും സന്തോഷം. ഇതാ ഇവിടെ മറ്റൊരു ചേട്ടനുണ്ട്, നല്ല മനോഹരമായ ഷർട്ടാണ്. എന്താ പേര്? പാലായിന്നാണ് വരുന്നത്. പാലാഴി. കോട്ടയം പാല, നമ്മുടെ മാണി സാറിന്റെ പാല. ഓക്കെ. ഞാൻ 55 കൊല്ലമായിട്ട് ഇവിടെ സ്ഥിരമായിട്ട് വരുന്നു. 2 കൊല്ലം കൊറോണയ്ക്ക് വരാതെ ഉള്ളൂ. എന്താ പേര്? എന്റെ പേര് മോഹനൻ. പൂരം മോഹനൻ പാല എന്നാണ് എന്റെ പേര്. ഈ 55 കൊല്ലമായിട്ട് സ്ഥിരമായിട്ട് വരുന്നതുകൊണ്ട് വടക്കുന്നതിന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ വരാൻ പറ്റിയിട്ടുണ്ട്. അല്ലാതെ എന്റെ ഇതൊന്നും അല്ല. മോഹനേട്ടൻ എന്ത് ചെയ്യുന്നു? ഞാൻ വീട്ടിലുള്ള പരിപാടികളൊക്കെ ഉള്ളൂ. അതെ. ഇദ്ദേഹം 55 വർഷമായി തുടർച്ചയായി പൂരം കാണാൻ പാലായിൽ നിന്ന് നേരെ തൃശ്ശൂരിലേക്ക് വണ്ടി കയറുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ പൂരം മോഹനൻ എന്നൊരു വിളിപ്പേര് കൂടി വന്നു അല്ലേ? അതെ. 2 ദിവസം കൂടിയിട്ടേ പോകാറുള്ളൂ. ആദ്യമൊക്കെ 4 ദിവസം കൂടുമായിരുന്നു. പിന്നെ ഞാൻ തിരുവനന്തപുരം മുതൽ
കണ്ണൂർ വരെ സകല പൂരത്തിനും പോയിട്ടുണ്ട്. അങ്ങനെയാണ് പൂരം മോഹനം ആ വന്നത്. അതെ. Yes. അത് പൂരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന മോഹനേട്ടനാണ് ഇപ്പോൾ നമ്മളോട് കൂടെയുള്ളത്. പൂരം മോഹനേട്ടൻ, പൂരം മോഹനാണ്. എന്തായാലും തൃശ്ശൂർ പൂരം കഴിഞ്ഞ 2 ദിവസം കണ്ടു. കണ്ണൂരൊക്കെ പോകുന്ന മട്ടന്നൂരുമായിട്ടുള്ള അടുപ്പം വെച്ചുകൊണ്ടാണ്. ഇവിടെ പെരുവനും എൻ്റെ അടുത്ത സുഹൃത്താണ്. പെരുവനത്തിൻ്റെ അച്ഛൻ മുതൽ ഞാൻ പൂരം കൂടാൻ തുടങ്ങിയതാണ്. മലയാളത്തിന്റെ അഭിമാനമായ വാദ്യകുലപതികളായിട്ടുള്ള പത്മശ്രീ മട്ടന്നൂർ ശങ്കരകുട്ടിമാരാർ, ഒപ്പം തന്നെ പെരുവന്നം ഒക്കെ ആയിട്ടുള്ള ആളുകളുമായിട്ട് വലിയ ബന്ധമാണ് ഇദ്ദേഹത്തിനുള്ളത് എന്ന് പറയുന്നു. എന്തായാലും മറ്റ് ആളുകളിലേക്ക് കൂടി നമുക്ക് ഈ വിശേഷങ്ങളൊക്കെ പോകേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് കാണാം ആ ഒരു